എൻ്റെ സർജറി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സർജറിയിലൂടെ ഒറിജിനൽ പെണ്ണായി മാറിയെന്നാണ് ഇയാൾ പറയുന്നത്. അയാളെയോ അയാളെ പിന്തുണക്കുന്ന കമ്മ്യൂണിറ്റിയോ ബോധ്യപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ആണായി ജനിച്ച ഒരാളുടെ താടിയോ മുടിയോ മാറിടമോ ഇനി ലിംഗം തന്നെ മാറ്റിയെന്നത് കൊണ്ട് അയാൾ പെണ്ണായി മാറാൻ സാധിക്കില്ല എന്നതാണ് സത്യം. കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നവയെല്ലാം മാറ്റിയെന്നത് കൊണ്ട് നമ്മുടെ സൃഷ്ടാവ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച അടയാളങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. പുരുഷ കോശങ്ങളിൽ XY ക്രോമസോമുകളെങ്കിൽ സ്ത്രീയിൽ XX ക്രോമസോം ആയിരിക്കും. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ അവൻ കൊടുക്കുന്ന ഐഡന്റിറ്റിയാണ്. സർജറി കൊണ്ടോ ഹോർമോൺ കുത്തിവെപ്പിലൂടെയോ അതിനെ മറികടക്കുക സാധ്യമല്ല. അവരുടെ രക്തകോശങ്ങളിലെയോ ചർമ്മകോശങ്ങളിലെയോ DNA അടങ്ങിയിരിക്കുന്ന ജനിതക വിവരങ്ങൾ മാറ്റാൻ സാധിക്കില്ല. എത്ര സർജറി നടത്തിയാലും ഒരാണിന്റെ ശരീരത്തിൽ ഗർഭധാരണ ശേഷി വരുത്താൻ സാധിക്കില്ല. ഗർഭാശയമോ ഓവറിയോ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന പെൽവിസിലോ തലയോട്ടിയിലോ തോളെല്ലു പോലത്തെ അസ്ഥികളിലോ ഒന്നും തന്നെ മാറ്റം വരുത്താൻ സാധിക്കില്ല. ബ്രെയിനിൽ വരുന്ന വലിപ്പ വ്യത്യാസം, ഹാർട്ടിൽ വരുന്ന വ്യത്യാസം, ഇമ്മ്യൂൺ സിസ്റ്റം വ്യത്യാസങ്ങളെല്ലാം അതുപോലെ നിലനിൽക്കും. നാവുകൊണ്ട് നമുക്ക് ആണിനെ പെണ്ണെന്ന് പറയുകയല്ലാതെ ഒരിക്കലും ഒരാണിനും പെണ്ണാവാനോ പെണ്ണിന് ആണാവാനോ സാധിക്കില്ല. ഇത്തരക്കാർ പറയുന്ന വിഡ്ഢിത്തരങ്ങളിൽ ആരും വീണു പോവരുത്. ഇനി ഇതുപോലെ ഒരാണ് ലിംഗ സർജറിയിലൂടെ ഒഴിവാക്കിയെന്ന് വിചാരിക്കാം, എങ്കിൽ അവനെ പെണ്ണെന്ന് പറയാനാവില്ല. ലിംഗമില്ലാത്ത ആണ് എന്നേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ആരെയും മോശപ്പെടുത്തുക എന്നതല്ല എന്റെ ഉദ്ദേശം. ജനങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കണം, അത്രയേ ഉള്ളൂ.